നമസ്കാരം, ഞാൻ ദീപേഷ് നെടുവത്തൂർ. ഗ്ലോബൽ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് 9ാം ക്ലാസ്സിലെ ആദ്യ പാഠഭാഗം ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ഭാഗമാണ് നോക്കുന്നത്. 8ാം തരത്തിൽ ഞാൻ 2 ചാപ്റ്റർ പഠിച്ചിരുന്നു. പദാർത്ഥ സ്വഭാവം, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. ഈ 2 പാഠഭാഗത്തിന്റെ തുടർച്ചയെന്നോളമാണ് 9ാം ക്ലാസ്സിലെ ഈ ആറ്റത്തിന്റെ ഘടന, 1ാമത്തെ ചാപ്റ്ററായ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നത്. അപ്പൊ നാം അന്ന് അവിടെ കഴിഞ്ഞ വർഷം പഠിച്ച ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് വേണം. 1ാമത്തെ പാഠത്തിൽ പദാർത്ഥത്തിന്റെ അവസ്ഥയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അവസ്ഥാ പരിവർത്തനം പഠിക്കുന്നുണ്ട്, കുറെ അവസ്ഥാ പരിവർത്തനത്തിലെ പേരുകളൊക്കെ പഠിക്കുന്നുണ്ട്. 2ാമത്തെ ചാപ്റ്ററിൽ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ, ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നാം ആറ്റം, മോളിക്യൂൾ അഥവാ തന്മാത്ര എന്നതിന്റെ ഒരു ഇൻട്രഡക്ഷൻ, എന്താണ് ആറ്റം, എന്താണ് തന്മാത്ര എന്നതിന്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ മനസ്സിലിരുത്തി വേണം നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കാൻ. ആറ്റത്തിന്റെ ഘടന. നമുക്ക് ചുറ്റുപാടും ഒട്ടേറെ പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആ പദാർത്ഥത്തിന്റെ ചിത്രങ്ങളൊക്കെ മനസ്സിലേക്ക് കണ്ടുപിടിച്ച് നോക്കൂ. എന്തൊക്കെ അവസ്ഥകളാണ് സ്ഥിതി ചെയ്യുന്നത്? പലതരം അവസ്ഥകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. 8ാം ക്ലാസ്സിലെ ആദ്യ ചാപ്റ്റർ തന്നെ നമ്മൾ പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥകളെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ ചുറ്റുപാട് സ്ഥിതി ചെയ്യുന്ന പല അവസ്ഥകൾ പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അവ എങ്ങനെയൊക്കെ നിർമ്മിച്ചിരിക്കുക? ഈ പദാർത്ഥങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഒരു ചോക്ക് തന്നെ, ഒരു ചെറിയൊരു ചോക്കിന്റെ കഷ്ണം മനസ്സിലേക്ക് ചിന്തിക്കൂ. ആ ചെറിയ ചെറിയ ചോക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചോക്കിന്റെ തരികൾ കൂടി ചേർന്നാലൊരു വലിയ ചോക്ക് ഉണ്ടായത്. അത്തരത്തിൽ ഏത് പദാർത്ഥമായാലും പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അനേകം ചെറിയ ചെറിയ തരികൾ കൂടിച്ചേർന്നാണ്. പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അടിസ്ഥാന കണങ്ങളുണ്ട്. പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരുന്ന അടിസ്ഥാന കണങ്ങളുണ്ട്. ഈ അടിസ്ഥാന കണങ്ങളെയാണ് നാം തന്മാത്ര അഥവാ മോളിക്യൂൾസ്. Materials are made up of extremely small particles called molecule. പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന കണങ്ങളെയാണ് എന്ത് പറയുന്നത്? തന്മാത്ര അഥവാ മോളിക്യൂൾ. These molecules are made up of, ഈ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത്, these molecules are made up of atoms. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ്. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു? തന്മാത്രകൾ ഉണ്ടാകുന്നു. ഈ 2 ടേം, അതായത് ആറ്റം, മോളിക്യൂൾ എന്ന് പറയുന്ന 2 ടേം നമ്മൾ 8ാം ക്ലാസ്സിൽ 2nd ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആറ്റത്തിന്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ ഘടനയെ കുറിച്ചാണ് പഠിക്കാനിരിക്കുന്നത്. ഈ ആറ്റത്തെക്കുറിച്ചും ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെ കുറിച്ചും കൃത്യമായി പഠിച്ച, അല്ലെങ്കിൽ ആദ്യമായി കൃത്യമായിട്ട് വിശകലനം ചെയ്ത ഒരു ശാസ്ത്രജ്ഞനുണ്ട്. 1807 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടൺ. ആരാണ്? 1807 ഈ ആറ്റത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച് സിദ്ധാന്തം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. അപ്പൊ ഇദ്ദേഹം 1807, നിങ്ങൾ ആ വർഷം നോക്കണം. 1807 എന്നൊക്കെ പറഞ്ഞാൽ അതിപുരാതന കാലത്തിൽ, 1800 കുറെ വർഷം മുമ്പല്ലേ. ആ വർഷത്തിൽ അദ്ദേഹം ആറ്റത്തെ കുറിച്ച് സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ്. ആറ്റോമിക സിദ്ധാന്തത്തിന്റെ പിതാവ്, ദ ഫാദർ ഓഫ് ആറ്റോമിക് തിയറി എന്നറിയപ്പെടുന്ന ആരാ? ജോൺ ഡാൾട്ടൺ. അപ്പൊ ഈ ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്ത പ്രകാരം നമുക്ക് കൃത്യമായിട്ട് 5-6 പോയിന്റ് കൃത്യമായിട്ട് പഠിക്കാൻ. എന്താണ് ഈ ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആറ്റോമിക സിദ്ധാന്തം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം എന്ന് അന്നത്തെ 1807 ശാസ്ത്രീയ റിസൾട്ട് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റഡിന്റെ മെത്തേഡ് വഴി അങ്ങനത്തെ റിസൾട്ട് പ്രകാരമൊന്നും അല്ല അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ടാവുക. അദ്ദേഹത്തിന്റെ യുക്തിപരമായ കാര്യങ്ങളിൽ കൂടെ പറഞ്ഞിരിക്കുന്ന 5-6-7 പോയിന്റുകളുണ്ട്. അതാണ് ഈ ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്ത പ്രകാരം നമ്മൾ നോക്കുന്നത്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി കുറെ വർഷങ്ങൾക്ക് ശേഷം ഓരോ കാര്യങ്ങളിലും കൂടുതൽ പഠനം സംഭവിക്കുകയും ഈ ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തത്തിലൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടായിട്ട് അത് മാറ്റം വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കണം. നമുക്ക് നോക്കാം എന്താണ് ജോൺ ഡാൾട്ടൺ അദ്ദേഹത്തിന്റെ ആറ്റോമിക് സിദ്ധാന്ത പ്രകാരം പറയുന്നത്. നമുക്ക് 1ാം കാര്യം പറയുകയാണ്, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. എന്താ പറഞ്ഞത്? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. Matter is made up of minute particles called atoms. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റംസ്.
രണ്ടാമത് പറയാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം, കാരണം മുന്നോട്ട് വരുമ്പോൾ പല ശാസ്ത്രജ്ഞന്മാരും പലതും കണ്ടുപിടിക്കുന്നത് കൂടി അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യം, അതായത് ആറ്റത്തെ രാസപ്രവർത്തന വേളയിൽ നിർമ്മിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. അതിൽ ചെറിയൊരു പോരായ്മ വരുന്നുണ്ട്, അത് മുന്നോട്ട് നമുക്ക് നോക്കാം എന്താ കാര്യം. Atoms cannot be divided during chemical reaction. Atoms can neither be created nor destroyed. ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. മൂന്നാമത് പറയാണ് ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും സമാനമായിരിക്കും. എന്താ പറയുന്നത്? Atoms of the same elements are identical in property, size and mass. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹൈഡ്രജൻ ആറ്റം ഇവിടെ ലോകത്ത് ഈ പ്രപഞ്ചത്തിലുള്ള ഹൈഡ്രജൻ ആറ്റങ്ങൾ ഓരോന്നും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഹൈഡ്രജൻ ആറ്റം വേറൊരു സൈസ്, വേറൊരു ആറ്റോമിക് സൈസും ആറ്റോമിക് മാസും ആണെങ്കിൽ വേറൊരു ഹൈഡ്രജൻ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാ ഹൈഡ്രജൻ ആറ്റങ്ങളായാലും ഒരു സെയിം സൈസ് തന്നെയാണ്. ഓക്സിജൻ ആറ്റം, ക്ലോറിൻ ആറ്റം, അപ്പൊ ഏത് എലമെന്റിന്റെ ആറ്റം ആയാലും അത് സെയിം ഐഡന്റിക്കൽ ഇൻ സൈസ് ആൻഡ് മാസ്. അത് കറക്റ്റ് ഒരേപോലെയാണ്. നാലാമത്തെ പറഞ്ഞത് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. Atoms of the different elements are differ in their properties and mass. നേരത്തെ പറഞ്ഞ പോയിന്റ്, atoms of the same elements are identical in property, size and mass. സെയിം എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആണ്. ഡിഫറെന്റ് എലമെന്റ്സിന് എന്താണ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്, പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. അതായത് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. ഒരേപോലെയുള്ള മൂലകങ്ങളെല്ലാം ഒരേപോലെ, വ്യത്യസ്ത മൂലകങ്ങൾ വ്യത്യസ്തമായിരിക്കും. അഞ്ചാമത് പറഞ്ഞത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയെ നമ്മൾ എന്ത് പറയുന്നു? ആറ്റം എന്ന് പറയുന്നു. ആറ്റം ഈസ് ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനം ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് അദ്ദേഹം ജോൺ ഡാൾട്ടൺ എന്ത് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് എന്തുണ്ടാകുന്നത്? സംയുക്തങ്ങൾ, കോമ്പൗണ്ട്സ്. അതായത് compounds are formed when atoms of two or more elements are combined in a simple ratio. ഉദാഹരണത്തിന് H2O. അത് നമുക്കറിയാം, ജലം എന്നതിന്റെ രാസവാക്യമാണ് എന്ത്? H2O. അപ്പൊ H2O എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, അതായത് 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഹൈഡ്രജനും ഓക്സിജനും സംയോജിച്ചാണ് ജലം ഉണ്ടാകുന്നത്. NH3 എന്ന് പറഞ്ഞാൽ അമോണിയ നൈട്രജനും ഹൈഡ്രജനുള്ള സംയുക്തമാണ്. നൈട്രജൻ 1 3 ഹൈഡ്രജൻ 1:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു റേഷ്യോയിലാണ് എന്ത്? അമോണിയ ഉള്ളത്. അപ്പൊ നോക്ക് എന്താണ് പറഞ്ഞത്? രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുക. അപ്പൊ ഇത്തരത്തിൽ ലളിതമായ അനുപാതം സംയോജിക്കണം എന്നാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഹൈഡ്രജന്റെ ആയാലും ജലത്തിന്റെ ആയാലും അതിൽ H2O എന്ന് പറയുമ്പോൾ 2:1, അമോണിയ എന്ന് പറയുന്നത് NH3 അത് 1:3. ഇത്തരത്തിൽ ഏത് കോമ്പൗണ്ട് എടുത്താലും അതിന്റെ സിമ്പിൾ റേഷ്യോ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് എന്ത്? ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തം. ഓരോ പോയിന്റ് കൃത്യമായിട്ട് നോക്കാം. മൂന്നാമത്തത്, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണികയാൽ നിർമ്മിതമാണ്. അതായത് മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. 2 രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല, അതുപോലെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഈ പോയിന്റിൽ ചെറിയ മാറ്റമുണ്ട്, നമുക്ക് മുന്നോട്ട് നോക്കാം. Atoms cannot be divided during chemical reaction. Atoms can neither be created nor destroyed. മൂന്നാമത്തെ പോയിന്റ്, ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും മാസിലും വലിപ്പത്തിലും സമാനമായിരിക്കും. Atoms of the same elements are identical in properties, size and mass. നാലാമത്തോ, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ ഓക്സിജൻ രണ്ടിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഹൈഡ്രജന്റെ ഒക്കെ സെയിം ഹൈഡ്രജൻ, ഓക്സിജന്റെ ഒക്കെ സെയിം എല്ലാ ഓക്സിജൻ ആയിരിക്കും. Atoms of the different elements differ in their properties and mass. അഞ്ചാമത്തെ പോയിന്റ്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. എന്താണ്? ആറ്റം ഈസ് ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ആറാമത്തെ, രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. Compounds are formed when atoms of the two or more elements are combined in a simple ratio. അത് വാട്ടറിന്റെയും അമോണിയന്റെയും എക്സാമ്പിൾ നോക്കുക, രണ്ടിന്റെ റേഷ്യോ നോക്കുക. അപ്പൊ ഇതാണ് ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തം. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക് സിദ്ധാന്തം നാം കണ്ടു കഴിഞ്ഞു.
ഇത് കണ്ടി ഞാൻ ചോദിക്കുന്നോടുകാരൻ ചോദിക്കുകയാണ്, അല്ല നമുക്ക് ആറ്റത്തെക്കാൾ ചെറിയ കണികകളുണ്ടോ? ഒന്ന് നോക്ക്. ജോൺ ഡാൾട്ടന്റെ ആറ്റം സിദ്ധാന്തം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് ചോദിക്കാൻ ആറ്റത്തെക്കാൾ ചെറിയ കണികകളുണ്ടോ? ഈ ജോൺ ഡാൾട്ടന്റെ 1807 അദ്ദേഹം സിദ്ധാന്തം മുതൽ വർഷം ഞാൻ പറഞ്ഞു 1807. അതിനുശേഷം പിന്നീടുള്ള ശാസ്ത്രജ്ഞന്മാരിലൊക്കെ ചിന്ത എന്ന് പറഞ്ഞാല് ആറ്റത്തിനുള്ളിൽ ഇതിനേക്കാളും ചെറിയ കണികയുണ്ടോ, അതെന്താണ്, അങ്ങനെ ഉണ്ടോ? അപ്പൊ അതിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങളാണ് പിന്നീടുള്ള ശാസ്ത്രജ്ഞന്മാർ നടന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു പരീക്ഷണം കേട്ടിട്ടുണ്ടാവും. നമ്മൾ എണ്ണമയമില്ലാത്ത ഒരു മുടിയിൽ നമ്മുടെ മുടിയിൽ ചീപ്പ് എടുത്തിട്ട് നമ്മൾ ഉരച്ചിട്ട് കുറച്ച് പേപ്പർ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനടുത്തേക്ക് വരികയാണെങ്കിൽ അതിങ്ങനെ ആകർഷിച്ച് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതെന്താണ് സംഭവിക്കുന്നത്? അപ്പം വസ്തുക്കളില്, പദാർത്ഥങ്ങളില്, ആറ്റങ്ങളില് ചാർജുള്ള കണികകൾ ഉണ്ട് എന്നല്ലേ അർത്ഥം. ഒരു ബലൂൺ എടുക്കുക, ഒരു വീർപ്പിച്ച ബലൂൺ എടുക്കുന്നു, ചുമരിൽ വെച്ച് നോക്കുന്നു, സാധാരണ വെച്ച് നോക്കുന്നു, നിൽക്കോ? ഇല്ല. പക്ഷെ അതൊന്ന് തലയിൽ ഇങ്ങനെ ഓർസിനേഷൻ ഒന്ന് വെച്ച് നോക്കൂ, പറ്റിപ്പിടിച്ചേക്കും. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്തോ ഒരു ചാർജുള്ള വസ്തുക്കൾ, പദാർത്ഥങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ നടക്കുന്നത്? യെസ്, അത് തന്നെ. അപ്പൊ പിന്നീടുള്ള ശാസ്ത്രജ്ഞന്മാർ, ഈ ജോൺ ഡാൾട്ടനൊക്കെ ശേഷം പിന്നീടുള്ള ശാസ്ത്രജ്ഞന്മാർ ഇത്തരത്തിൽ ചാർജുള്ള എന്തോ തരം വസ്തുക്കളെല്ലാം തന്നെ പദാർത്ഥങ്ങളിലുണ്ട്, അവ കണ്ടെത്തണം. അതിനായി അവരുടെ പരീക്ഷണങ്ങൾ. അങ്ങനെ ഈ ചാർജുള്ള വസ്തുക്കളെ കണ്ടുപിടിക്കാനുള്ള പരീക്ഷണങ്ങൾ ഏർപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ ഓർക്കാനുണ്ട്. ഇനി മുതൽ അത്തരം പേരുകൾ നമ്മൾ നോക്കാനുള്ളത്. നിങ്ങൾ ആരും തന്നെ ഈ പറയുന്ന പേരുകൾ ഒന്നും തന്നെ മറക്കരുത്. നമുക്ക് ആദ്യം തന്നെ രണ്ടേ ശാസ്ത്രജ്ഞന്മാരെ നോക്കണം. ഹംഫ്രി ഡേവി, മൈക്കൽ ഫാരഡെ. ആരാണ്? ഹംഫ്രി ഡേവി, മൈക്കൽ ഫാരഡെ. നമുക്ക് നോക്കാം ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാർ എന്ത് സംഭാവനയാണ്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ കണ്ടുപിടുത്തം, ഏത് രീതിയിലാണ് ഇവരുടെ ഒക്കെ പരീക്ഷണം കടന്നുപോയെന്ന്. ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരും ഹംഫ്രി ഡേവിയും മൈക്കൽ ഫാരഡെ ആയാലും മിക്കവാറും ഒരേ രീതിയിലാണ് തന്റെ പരീക്ഷണങ്ങൾ നടത്തിയത്. ഇവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ട പരീക്ഷണങ്ങളാണ് ഇവർ രണ്ടുപേരും നടത്തിയത്. ഹംഫ്രി ഡേവി ആട്ടെ ദ്രാവകങ്ങളുടെ വൈദ്യുതി കടത്തിവിട്ട് അതിലെ ഘടക മൂലകങ്ങളായി വേർതിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. He conducted experiments by passing electricity through liquids. In these experiments, he isolates elements from this compound. ദ്രാവകങ്ങളുടെ വൈദ്യുതി കടത്തിവിടുന്നു, എന്നിട്ട് ആ ദ്രാവകങ്ങളിലെ ഘടക മൂലകങ്ങളായിട്ട് വേർതിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ ഘടക മൂലകങ്ങളായി വേർതിരിക്കണമെങ്കിൽ ഇവയ്ക്ക് ചാർജ് ഉണ്ടാവണ്ടേ? അപ്പൊ അതിൽ നിന്ന് അടിസ്ഥാനമെടുത്ത് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഈ ദ്രാവകങ്ങൾക്കെല്ലാം തന്നെ, അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെല്ലാം തന്നെ എന്തുണ്ട്? ചാർജ് ഉണ്ട്. വൈദ്യുതി കടത്തിയുമ്പോൾ വേർതിരിയണമെങ്കിൽ ചാർജ് ഉണ്ട്. അപ്പം ഈ പദാർത്ഥങ്ങളിലെല്ലാം തന്നെ എന്തുണ്ട്? ചാർജ് ഉണ്ട്. ഹംഫ്രി ഡേവി ഈ ചാർജിനെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും വിളിക്കുന്നു. ചാർജിനെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും വിളിക്കുന്നത് ഹംഫ്രി ഡേവിയാണ്. അപ്പൊ ഹംഫ്രി ഡേവി എന്തൊക്കെ ചെയ്തത്? ദ്രാവകങ്ങളുടെ വൈദ്യുതി കടത്തിവിടുന്നു, ദ്രാവകങ്ങളുടെ വൈദ്യുതി കടത്തിവിട്ടിട്ട് അതിനെ ഘടക മൂലകങ്ങളായി വേർതിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ലായനി, ഉപ്പ് ലായനിയിലൂടെ വൈദ്യുതി കടത്തിവിട്ട് സോഡിയവും ക്ലോറിനും എന്താണ് വേർതിരിച്ചെടുക്കുന്നു. അത്തരത്തിലാണ് അദ്ദേഹം സ്ട്രോൺഷ്യം, മഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം പോലെയുള്ള ഘടക മൂലകങ്ങളെ വേർതിരിച്ചത്. ഹംഫ്രി ഡേവി ഇത്തരത്തിലാണ് ദ്രാവകങ്ങളെ വൈദ്യുതി കടത്തിവിട്ടാണ് അദ്ദേഹം നടത്തിയത് ഈ മൂലകങ്ങളെല്ലാം തന്നെ വേർതിരിച്ചെടുത്തത്. അപ്പം അദ്ദേഹം ചാർജിനെ വിളിക്കുന്നു പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും. ഇനി മൈക്കൽ ഫാരഡയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ മൈക്കൽ ഫാരഡെ ആണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മൈക്കൽ ഫാരഡെ ആണ്. ഇദ്ദേഹം ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമുണ്ട്, വൈദ്യുത വിശ്ലേഷണ നിയമം, ലോ ഓഫ് ഇലക്ട്രോളിസിസ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് മൈക്കൽ ഫാരഡെ, പദബന്ധത്തിലൊക്കെ ചോദിക്കാറുണ്ട്. മൈക്കൽ ഫാരഡെ, വൈദ്യുത വിശ്ലേഷണ നിയമം, ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അപ്പൊ എന്താ ലോ ഓഫ് ഇലക്ട്രോളിസിസ്? വൈദ്യുതി വിശ്ലേഷണവും ഇതേപോലെ തന്നെ ഒരു ഘടക സംയുക്തങ്ങളിലേക്ക് വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ വിഭജിക്കാം, അതിനെ ഘടക മൂലകങ്ങളായിട്ട് വേർതിരിച്ചെടുക്കാം. അതാണ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണ നിയമം. അപ്പൊ ഈ രണ്ട് പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് വസ്തുക്കൾക്ക്, പദാർത്ഥങ്ങളിൽ എന്തുണ്ട്? ചാർജുള്ള വസ്തു കണങ്ങളുണ്ട്. ആറ്റങ്ങളിലൊക്കെ ചാർജുള്ള കണങ്ങളുണ്ട് എന്ന് ഉറപ്പിക്കാൻ ഈ ഹംഫ്രി ഡേവിയുടെയും മൈക്കൽ ഫാരഡെയുടെയും പരീക്ഷണങ്ങൾ പിന്നീടുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് മുതൽക്കൂട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹംഫ്രി
ഹംഫ്രി ഡേവിയുടെയും മൈക്കിൾ ഫാരഡേയും പരീക്ഷണത്തിന് ശേഷം കുറെ ശാസ്ത്രജ്ഞന്മാർ ആറ്റത്തിനുള്ളിൽ മറ്റു മൗലിക കണങ്ങൾ ഉണ്ടാവുമെന്നും അത് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങൾ മുഴുകിയിരിക്കുകയും പിന്നീട് അങ്ങോട്ട് നമുക്കിനി കാണാനുള്ളത് അത്തരം പരീക്ഷണങ്ങളും ആ മൗലിക കണങ്ങളെ കുറിച്ചുമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റത്തിന്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. ആറ്റം എന്താണെന്ന് പറയുന്നു, ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തം പറയുന്നു. ആ സിദ്ധാന്തത്തിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിനുള്ളിൽ മൗലിക അല്ലെങ്കിൽ ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ആറ്റത്തിനുള്ളിൽ കണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഹംഫ്രി ഡേവിയും മൈക്കിൾ ഫാരഡേയും കണ്ടുപിടുത്തങ്ങൾ പറയുന്നു, അവരുടെ ശാസ്ത്ര സംഭാവനകൾ നമ്മൾ പറയുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് പറയും, ഇനി ഈ ആറ്റത്തിലുള്ള മൗലിക കണങ്ങളും അതിന്റെ കണ്ടുപിടിച്ച് ശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണങ്ങളും കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ എടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പാഠപുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ക്ലിയർ ആക്കാം. താങ്ക് യു.